ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഇതിൽ ഞാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സ് എടുക്കലും അന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും റെസിപ്പിയും കാര്യങ്ങളും നിങ്ങൾ ചോദിച്ചിട്ടുള്ള റെസിപ്പിയും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു വെക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ. അതുപോലെ തന്നെ വീഡിയോ ഇരിക്കുമ്പോൾ തന്നെ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ എല്ലാവരും ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ രാവിലെ തന്നെ കിച്ചണിൽ നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്യാൻഡിലൊക്കെ ഓണാക്കി വെച്ചിട്ടാണ് കേട്ടോ പണി എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളത്. പിന്നെ ഒന്ന് നമ്മുടെ കിച്ചൺ ടബിൽ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ ഗ്യാസൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കും കേട്ടോ. നമ്മൾ രാത്രിയിൽ ക്ലീൻ ചെയ്ത് ഇടുന്നതാ, എന്നാലും രാവിലെ ഞാൻ പണി തുടങ്ങുന്നതിന് മുമ്പ് ഒന്നങ്ങ് ക്ലീൻ ചെയ്യേ. നമ്മൾ രാത്രിയിൽ പാറ്റ പല്ലി അങ്ങനെയൊക്കെ എന്തായാലും നമ്മൾ കാണാത്തത് ഉണ്ടാവുമല്ലോ, അപ്പോൾ വെറുതെ ഒന്ന് ഓടിച്ചു പോകും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആക്കാനുണ്ട്. അങ്ങനെ അപ്പം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മളെ ഈദ് സ്പെഷ്യൽ ബീഫ് ഫ്രൈൻ്റെ ബീഫ് വരട്ടിൻ്റെ റെസിപ്പി. അപ്പോൾ റഫീക്ക ചായയൊക്കെ കുടിച്ച് രാവിലത്തെ വെറും ചായ കേട്ടോ അതൊക്കെ കുടിച്ചിട്ട് ബീഫ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കാര്യം നല്ല ബീഫ് കിട്ടിയാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം നല്ല ബീഫ് നമ്മളിപ്പോൾ ഇന്ന് ബീഫ് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ബീഫ് കിട്ടണമെന്നില്ല അന്നത്തെ ദിവസം. പക്ഷേ ചിലപ്പം പോയി കഴിഞ്ഞാൽ നല്ല ബീഫ് കിട്ടുകയും ചെയ്യും, അങ്ങനെയല്ലേ. അപ്പോൾ ഇന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് റഫീക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ബീഫാണെങ്കിൽ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് തന്നെ ഞാൻ ആ ഒരു ബീഫ് ഫ്രൈ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് സ്പെഷ്യലായിട്ട് അത് ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അപ്പത്തേക്കും നമ്മൾ അപ്പത്തിനുള്ള മാവൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കാം. പിന്നെ ഞാൻ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ റവ വെച്ചിട്ട് ഞാൻ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്ന രാത്രിയിലാണെങ്കിലും അല്ലെങ്കിൽ രാവിലെ ആണെങ്കിലും മടിയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒന്നും ഒരുക്കാത്ത ദിവസങ്ങളിൽ ചെയ്യുന്ന ഒരു അപ്പമാണ് കേട്ടോ അത്. പക്ഷേ നല്ല ടേസ്റ്റാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടും എടുക്കാം കേട്ടോ. കുറച്ച് റവ എടുക്കുക, എത്രയാണെങ്കിലും അത്രയും എടുക്കുക, ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ 2-2.5 കപ്പ് എടുത്തിട്ടുണ്ട് ചെറിയ ബൗളിനെ. അപ്പോൾ അത് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിങ്ങനെ കുറച്ചൊന്ന് ഇങ്ങനെ കുറുകി വരും കേട്ടോ. ഇനി കുറച്ച് തേങ്ങ ആവശ്യമുണ്ട്. ഇതിന് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു അളവൊന്നുമില്ല കേട്ടോ. 2 കൈപ്പിടിക്ക് എടുത്താൽ മതി, കൂടുതലെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഫ്രീസറിൽ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ കുറച്ചുകൂടെ ഈസിയായി. അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നല്ല ചൂടുവെള്ളം ചേർത്തിട്ട് ഒന്ന് പാലെടുക്കണം കേട്ടോ. നമ്മൾ ദോശക്കൊക്കെ അരച്ച് അതിൻ്റെ കൂടെ ചേർക്കുന്നതിന് പകരം ആ തേങ്ങ തന്നെ നമ്മൾ അരക്കാൻ, അതായത് ഇടാൻ വിചാരിച്ചിട്ടുള്ള തേങ്ങ തന്നെ എടുത്തിട്ട് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ഒന്ന് പാലെടുക്കുക. തേങ്ങാപ്പാലെടുത്തിട്ട് അതിൽ ഈ റവയില്ലേ, അപ്പോഴത്തേക്ക് റവ ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്താൽ മതി കേട്ടോ. അതൊന്ന് ഇതുപോലെ കുതിർന്ന് വരട്ടെ. അതിന് ശേഷം ഈ റവയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. പാല് ഞാൻ ഒന്ന് എടുത്ത് വെക്കട്ടെ. അപ്പോൾ റഫീക്ക വന്നിട്ടുണ്ടോയെന്ന് എനിക്ക് വണ്ടീൻ്റെ ഒച്ച കേട്ട പോലെ തോന്നിയിട്ടാണ് ബൈക്കിൻ്റെ. അപ്പം ഇങ്ങനെ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നിട്ടില്ല കേട്ടോ. അത് വേറെ ആരോ നമ്മൾ റോഡിലൂടെ പോയതാണ്. മാത്രമല്ല കുറച്ച് ധൃതി എനിക്കുണ്ട്, കാരണം ബ്രേക്ക്ഫാസ്റ്റിനുള്ളതല്ലേ. കാരണം ബീഫ് വെന്ത് നമ്മൾ ഈസി റെസിപ്പിയാണ്, എന്നാലും കഴുകി ഡ്രൈ ആവാൻ വെച്ച് പിന്നെ അത് വേവിച്ച് അത് റെഡിയാക്കിയിട്ട് എടുക്കണ്ടേ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വേഗം കഴിക്കുകയും വേണമല്ലോ. അപ്പോൾ അതിനുള്ളൊരു തിടുക്കം കൂടെ ഉണ്ട് കേട്ടോ. അതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഈ പുറത്ത് വന്ന് നോക്കൽ. ഇപ്പോൾ 2ാമത്തെ തവണയാണ് ഞാൻ വന്ന് നോക്കുന്നത്. എന്നാലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് അതിനുള്ള ബീഫിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിച്ചു ബീഫ് കിട്ടിയോന്ന്. അപ്പോൾ ബീഫ് നല്ലത് ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. എന്തായാലും അപ്പോൾ നമുക്ക് അതിനുള്ളതൊക്കെ ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട് കേട്ടോ. ഇത് ആകുമ്പോഴത്തേക്കും ഇപ്പോൾ പെരുന്നാൾ ഇവിടെ ആവാനായില്ലേ, അപ്പോഴത്തേക്ക് ഇങ്ങനത്തെ പൊടി തട്ടൽ കാര്യങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ. ഒന്ന് തുടക്കൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. മൊത്തത്തിൽ തട്ടി തുടച്ച് വീടൊക്കെ ഒന്ന് നമ്മളൊന്ന് ഒരുക്കി വെക്കുമല്ലോ. അങ്ങനത്തെ ചെറിയ ഒരുക്കങ്ങളും കാര്യങ്ങളും എല്ലാം എനിക്ക് പെൻഡിങ് ഉണ്ട്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ അങ്ങനെ അതൊക്കെ കുറച്ചായിട്ട് നമ്മൾ ഡെയിലി ഉള്ള പണികളിൽ അതും കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ട് കുറച്ച് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ഇതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും എവിടെ വരെ എത്തി എന്നൊക്കെ പറയണം കേട്ടോ. എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തോ, ഇതിനു വേണ്ടി ഒരുങ്ങിയോ എന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ വെക്കേഷനാണല്ലോ, സ്കൂളൊക്കെ തുറക്കാനായി, എന്നാലും കുട്ടികൾ കൂടെയുണ്ട്. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ജഗപ്പൊക്കെ തിരക്കിലൊക്കെ ആയിരിക്കും എല്ലാവരും എന്നറിയാം.
എന്നാലും നിങ്ങളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ മന്തി റെസിപ്പി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു കിടലൻ ടേസ്റ്റുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മാമ്പഴമൊക്കെ വെച്ചിട്ടുള്ളൊരു പായസം തന്നിട്ടുണ്ട്. എല്ലാവരും നല്ല ഫീഡ്ബാക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല നല്ല അഭിപ്രായങ്ങളും കമൻറ്റുകളും കാര്യങ്ങളും എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ പേരത് കണ്ടിട്ടുമുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് കേട്ടോ. കുറേ പേര് ഉണ്ടാക്കി ചെറിയൊരളവിൽ ട്രൈ ചെയ്തു, സക്സസ് ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനവരത് ഉറപ്പിച്ചും വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവർ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. ഇത് സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് ഞാൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചില്ലേ, അത് നമ്മൾ റവ ഉള്ളതിനനുസരിച്ച് വെള്ളം കൂട്ടുക കുറയ്ക്കുക ഒക്കെ ചെയ്യട്ടോ. ആദ്യം തന്നെ നിങ്ങൾ കുറച്ച് കൂടുതൽ വെള്ളത്തിൽ തേങ്ങാപ്പാൽ എടുക്കണ്ട. അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ വെള്ളം റവയിൽ ഒഴിക്കുകയും വേണ്ട കേട്ടോ. ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഒഴിച്ചു കൊടുത്താൽ മതി. എനിക്കിപ്പോൾ ഒരു അളവ് അറിയാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഒന്നിച്ചാൽ ആദ്യം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചങ്ങ് വെള്ളം കൂടി ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഞാൻ അരച്ച് കഴിഞ്ഞിട്ട് കൂടിപ്പോയാൽ നിങ്ങൾ കുറച്ചുകൂടെ റവ ഇട്ടിട്ട് അങ്ങ് അരച്ച് ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ കൂടണ്ട കേട്ടോ. അപ്പോൾ അതും തേങ്ങാപ്പാലും എല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ ഈ റവയൊന്ന് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ. പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടുക, നമ്മൾ സോക്ക് ചെയ്യുകയും കൂടെ ചെയ്തതല്ലേ. അപ്പോൾ റവയ്ക്കതാ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതില്ലേ നമുക്ക് കറിയൊന്നും വേണ്ട കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വെറുതെ ഉണ്ടാക്കലുണ്ട് ഇത്. കാര്യം ഞാൻ കാണിച്ചു തരാം. അത് ചുട്ടിട്ട് ചൂടോടെ കഴിക്കുകയാണെങ്കിൽ വെറും ചായൻ്റെ കൂടെ നമുക്ക് കഴിക്കുമ്പോൾ ശരിക്കും ഒരു പൊറോട്ട കഴിക്കുന്നൊരു ഫീല് നമുക്ക് ഉണ്ടാവട്ടോ. ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമേ. സത്യം കേട്ടോ പറയുന്നത്, നിങ്ങൾ ട്രൈ ആക്കി നോക്കിക്കോ. ഇപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ. വൈകുന്നേരം നമ്മൾ ഈവനിങ് ഡിന്നറിനൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കുക കേട്ടോ. നല്ല വിഭവം. പഴവും വാങ്ങിച്ചിട്ട് നേന്ത്രപ്പഴം കുറേ ഉണ്ടല്ലോ. ബീഫ് എത്രയാ? ബീഫിനോ? ബീഫ് എന്താ റേറ്റ്? ബീഫ് റേറ്റ് എന്താ? 400. എല്ലായിടത്തും 400 തന്നെയാ? ഫ്രീസല്ലേ? അപ്പം ബീഫ് അവിടെ കഴുകി വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം, അധിക സമയം ഇല്ലെങ്കിലും കുറച്ച് സമയം ഞാനൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചു ലഞ്ചിലേക്ക് നമുക്കിന്ന് ബീഫ് വരട്ടുണ്ട്, രാവിലത്തേക്കും അത് തന്നെയാണ്. ബീഫ് ഫ്രൈ ഉണ്ട്. അപ്പം ഒരു ചമ്മന്തിയും എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് മോര് കാച്ചിലും കൂടെ ആയി ഇന്നത്തെ നമ്മളെ ലഞ്ച് റെസിപ്പിയും സെറ്റ് ആവട്ടെ. ഇതിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ അതും റെഡി ആയി കിട്ടും. അപ്പോൾ ഒരു മാങ്ങ ചമ്മന്തിക്കുള്ളത് റെഡി ആക്കിയതാണ്. പിന്നെ കുറേ സമയമായി കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരുപാട് ടൈമായി പോകുമെന്ന് വിചാരിച്ച് ഞാനിതാ ബീഫ് എടുത്ത് കുക്കറിലേക്ക് ഇട്ടു കേട്ടോ. നല്ല കഴുകി ക്ലീൻ ചെയ്തിട്ടുള്ള ബീഫാണ് ഇത്. 1 കിലോ ആണ് കേട്ടോ. 1 കിലോൻ്റെ അളവാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾ ബീഫ് എടുക്കുമ്പോൾ നല്ല ബീഫ് നോക്കിയിട്ട് എടുക്കുക. കുറച്ച് നെയ്യും അതുപോലെ ഒരുപാടല്ല, കുറച്ച് നെയ്യും കുറച്ച് 1-2 പീസ് എല്ലും എല്ലാം മിക്സ് ആയിട്ടുള്ള ഇറച്ചി എടുക്കുമ്പോഴാണ് നമുക്ക് ബീഫ് എടുക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാകുക കേട്ടോ. ബീഫ് ഫ്രൈനൊക്കെ. ഇനി ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ഐറ്റംസ്, ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, ഒരു 10-25 വെളുത്തുള്ളി ചേർത്ത് കൊടുത്തോ. അതിൽ കുറച്ച് അങ്ങോട്ടോ കുറഞ്ഞാലോ കൂടിയാലോ ഒന്നും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഒരു ചെറിയ സവാള ഞാൻ എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില. ഈ സവാളക്ക് പകരം നിങ്ങൾക്ക് ഒരു കൈപ്പിടി നിറയെ ചെറിയ ഉള്ളിയില്ലേ, അത് തൊലി കളഞ്ഞ് അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. വെറുതെ ചേർത്ത് കൊടുത്താൽ മതി. അത് അരക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ ഇടണം, അതാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ ഇതിൽ പറയുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം നിങ്ങളിതിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയും തന്നെ അളവിൽ മസാലയും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്താ പറയുക, 1 ടീസ്പൂൺ പോലും നിങ്ങൾ കൂട്ടരുത്. 1 കിലോയിലേക്കുള്ള അളവാണ്. 4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഏതാണോ മുളക് പൊടി യൂസ് ചെയ്യുന്നത് അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ 4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതിൽ കൂടുതൽ വേണ്ട കേട്ടോ. 1 കിലോന് ഇത് കറക്റ്റാണ് അളവ്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂണിൻ്റെ അടുത്ത്, അത്രയും വേണ്ട, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ഉലുവയില്ലേ, അത് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. വേറൊന്നും നമ്മളിതിലേക്ക് മസാലപ്പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കും മല്ലി വേണ്ടേ, അത് വേണ്ടേ, ഇത് വേണ്ടേ, അതൊക്കെ ചേർത്ത് കൊടുത്താൽ ഈ ഒരു ബീഫ് ഫ്രൈ ആയി കിട്ടൂല കേട്ടോ. വേറെ ടേസ്റ്റിൽ നമുക്ക് പല രീതിയിൽ നമുക്ക് ബീഫ് ഉണ്ടാക്കിയിട്ടെടുക്കാം, ബീഫ് ഫ്രൈ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടെടുക്കാം. ഞാൻ തന്നെ കുറേ എണ്ണം കാണിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഈ ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ടാണ് കേട്ടോ.
ഇനി ബീഫിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തേ പറഞ്ഞില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. മസാലപ്പൊടികളൊക്കെ ഇത്ര തന്നെ മതി കേട്ടോ. ഇനി കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് ഞെരടി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മൾ ഈ സമയത്ത് വെളിച്ചെണ്ണയോ അങ്ങനെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നന്നായിട്ട് ഈ മസാലപ്പൊടികളൊക്കെ നമ്മുടെ ബീഫിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തട്ടെ. കൈവച്ചിട്ട് കുറച്ച് സമയം നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ആ സവാളയും വെളുത്തുള്ളിയും മസാലപ്പൊടികളും എല്ലാം എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കുഴക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് തോന്നും മസാല കുറവാണല്ലോ എന്ന്. വേണ്ട, അത് ഇനി ചേർക്കരുത്. അത് വെന്ത് വരുമ്പം എല്ലാം റെഡി ആയിട്ട് വരും കേട്ടോ. ഇനി കുക്കർ അടച്ച് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വന്നതിന് ശേഷം ഞാനൊരു 10 മിനിറ്റ് കൂടെ വെക്കും. പക്ഷേ എല്ലാ ബീഫും ഒരേ വേവാവണമെന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വേവിൻ്റെ ഒരു ടൈം പറയാത്തത്. 10 മിനിറ്റൊക്കെ എന്തായാലും വെക്കുക. എന്നിട്ട് ഓപ്പൺ ആക്കി നോക്കിയിട്ട് ഇനിയിപ്പോൾ വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും വെച്ചാൽ മതി കേട്ടോ. സിന്ദൂരി അല്ലേ? സിന്ദൂരിൻ്റെ നല്ല ഭംഗിയുള്ള സാധനം. ചിലപ്പല്ല കേട് മസ്റ്റ് വെക്കാം. ഞാൻ എത്ര കിട്ടി? 2-3 കിട്ടി. കംപ്ലീറ്റ് കേട്. പുഴുല്ലാത്തൊരു സ്ഥലമല്ല. കണ്ടോ നോക്കാം. കംപ്ലീറ്റ് ചെത്തി കഴിഞ്ഞിട്ട് നമുക്ക് കാണിക്കാം. ഇപ്പുറം കട്ട് ചെയ്തത് ഒരു ഗ്യാപ്പില്ലല്ലോ. താങ്ക് യു. ഇതിലല്ലേ നല്ല മധുരം. റഫീക്ക ഈ മാങ്ങയല്ലേ, മാങ്ങ ചെത്താണ്ട് കഴിക്കുകയില്ല കേട്ടോ. ഞാൻ അങ്ങനെ തൊലി കഴുകിയിട്ട് തൊലിയോടൊക്കെ ചെത്തിയിട്ട് അങ്ങനെ കഴിക്കും. തൊലി കഴിക്കൂല, പക്ഷെ അങ്ങനെ കഴിക്കാറുണ്ട്. എത്ര കേടുള്ള മാങ്ങയാണെങ്കിലും ഞാൻ മറ്റേപോലെ ചെത്ത് ചിലപ്പോൾ അത് കേടായിരിക്കുമെന്ന് പറഞ്ഞാലും കേൾക്കില്ല കേട്ടോ. അതൊക്കെ ഫുൾ ചെത്തി അതങ്ങ് മുറിക്കലും ഫുൾ കേടായിട്ട് കളയേണ്ടി വരും കേട്ടോ ചില സമയത്തൊക്കെ. അപ്പോൾ അത് ഞാൻ ആദ്യമേ പറഞ്ഞു കേട്ടോ അത് കേടായിരിക്കുമെന്ന്. പക്ഷേ അത് കംപ്ലീറ്റ് ചെത്തിയിട്ടാണ് ആൾ മുറിച്ച് കണ്ടല്ലോ. അപ്പം നമ്മളെ ബീഫ് അവിടെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ ചമ്മന്തി റെഡിയായി കേട്ടോ. ചമ്മന്തിയിൽ ഒന്നുമില്ല, കുറച്ച് തേങ്ങ, പുളിക്ക് മാങ്ങയാണ്. ഇപ്പം ഞാൻ ചമ്മന്തിയിൽ പുളിയോ ലെമണൊന്നും ചേർക്കില്ല, മാങ്ങ തന്നെയാണ് കേട്ടോ. മാങ്ങ സീസൺ തീരുന്നവരെ. പച്ചമുളക് എരിവിന് കുറച്ച് കറിവേപ്പില, മല്ലിയില, പുതിനയില ഉണ്ടെങ്കിൽ അത് ചേർക്കും. വെളുത്തുള്ളി 2 അല്ലി ചേർക്കും. 2 അല്ലി മറ്റേ നമ്മുടെ ചെറിയ ഉള്ളി ചേർക്കും. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കും. എല്ലാം ഇങ്ങനെ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ. റഫീഖ ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട് ചില ഫുഡിന്. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് ആക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ദോശ ചുട്ടെടുക്കുക. ഇത് നമുക്ക് മാവ് റെഡിയാക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഒരു 10 മിനിറ്റ് ആ ഒരു സോക്ക് ചെയ്യേണ്ട ടൈമേ വേണ്ടി വരുന്നുള്ളൂ. റവ സോക്ക് ചെയ്യേണ്ട. പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് അരച്ച ഉടനെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ബീഫ് അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട് അതവിടെ വെച്ചു എന്നേ ഉള്ളൂ. നമുക്ക് ഉടനെ തന്നെ ചുട്ടെടുക്കാവുന്നതായിരുന്നു കേട്ടോ. പിന്നെ ഒന്നുമില്ല, സാധാ ദോശമാവ് പോലെ ഒഴിക്കുക, തിന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ. ഒരുപാട് തിക്കായി പോകരുത്, ഒരുപാട് ലൂസായിട്ടും പോകണ്ട. അപ്പം നന്നായി കിട്ടില്ല. പിന്നെ ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി അതില്ലെങ്കിലും ചെയ്യുക. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഒരു പൊറോട്ടേൻ്റെ ഒക്കെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുകയെന്ന്. അത് നമ്മൾ നെയ്യോ ഓയിലൊക്കെ എന്തെങ്കിലും ആക്കുമ്പോഴാണ് കേട്ടോ കിട്ടുക. ഒന്നിങ്ങനെ ആറി വരും. നമ്മൾ ഒഴിച്ചു കൊടുത്തു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോ. ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് ഒന്ന് നെയ്യാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് മുരിപ്പിച്ചെടുക്കുക അതിൻ്റെ മുകൾ ഭാഗം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് ചൂടോടെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പം നമ്മളിപ്പോൾ ചൂടോടെ കഴിക്കുന്നില്ല. കാര്യം എങ്ങനെ നമ്മളിപ്പോൾ ദോശ ചുട്ടെടുക്കുന്നില്ല, ആ ദോശപ്പാനം തന്നെ എടുത്തിട്ട് പാത്രത്തിലിട്ടിട്ട് കൊടുക്കുക. അപ്പോഴാണ് ശരിക്കും ഞാൻ ആ പറഞ്ഞ ടേസ്റ്റ് കിട്ടുക കേട്ടോ. ഇത് ചുട്ട് കാസറോളിൽ വെച്ച് കുറച്ച് സമയം കഴിക്കാമെന്നൊക്കെ വിചാരിച്ചാൽ സാധാ നമ്മളെ ഗോതമ്പ് ദോശേൻ്റെ ആ ഒരു മൈദ ദോശേൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റിലേക്ക് മാറും കേട്ടോ. ഇങ്ങനെ ചൂടോടെ തന്നെ കഴിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. നല്ല ടേസ്റ്റാട്ടോ. പ്രത്യേകിച്ച് നമുക്ക് കറികളോ ഒന്നും ആവശ്യമില്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു കട്ടൻ ചായയുടെ കൂടെയാണെങ്കിലും കിട്ടും കോമ്പിനേഷനാണ്. ഇത് കണ്ടോ,
വെറുതെ കഴിക്കാൻ തോന്നും കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല, നല്ല ടേസ്റ്റ്. ആ തേങ്ങാപ്പാൽ കൊയ്ക്കുന്നതുകൊണ്ടായിരിക്കും നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. പിന്നെ എന്തായാലും ഇന്ന് ബീഫ് ഫ്രൈ ഉള്ളത് കൊണ്ട് ശരിക്കും ആ ഒരു പൊറോട്ട കഴിക്കുന്നതിൻ്റെ ആ ഒരു ഫീല് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ദോശ ഇവിടെ ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബീഫ് ഞാൻ ലോ ഫ്ലെയിമിൽ അപ്പുറത്തെ അടുപ്പിലേക്ക്, വർക്ക് ഏരിയയിലെ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ കുറച്ച് കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ എനിക്ക് ബാക്കിയുണ്ട് പെരുന്നാളിനോട് മുമ്പുള്ള. എന്താണെന്ന് വെച്ചാൽ മുറ്റം, അതുപോലെ തന്നെ നമ്മുടെ തോട്ടം ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്, മുറ്റം ഒക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്, പുല്ലും കാര്യങ്ങളൊക്കെ മഴയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് വരുമല്ലോ, ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്, എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത്. അതുപോലെ തന്നെ അകവും ചെറുതായിട്ടൊക്കെ പണികളൊക്കെ ഉണ്ട്. 1-2 ദിവസത്തെ പണി എന്തായാലും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ചോദിച്ചിട്ടുള്ള റെസിപ്പിയും കാര്യങ്ങളൊക്കെ തരുമ്പോൾ അങ്ങനെയും എൻ്റെ ദിവസങ്ങൾ കുറച്ചങ്ങ് പോകുന്നുണ്ട്. ഇനിയിപ്പം ആരോ ഞാൻ പായസം തന്നിട്ടുണ്ടായിരുന്നു, അത് നമുക്കൊരു പുഡിങ് പോലെയും ഡെസേർട്ട് പോലെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തന്നെ. പക്ഷെ എന്നാലും കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു ജംഷി പുഡിങ് റെസിപ്പി ചെയ്യുമോയെന്ന്. ഞാൻ ഒരുപാട് പുഡിങ് റെസിപ്പി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കഴിഞ്ഞ ഇതിന് എനിക്ക് എല്ലാ ഇതിൻ്റെ തലേ ദിവസം ഞാനൊരു 4 പുഡിങ്ങെങ്കിലും കുറയാതെ നിങ്ങൾക്ക് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഞാൻ സമയം കിട്ടുകയാണെങ്കിൽ എന്തായാലും പുഡിങ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്, ഉറപ്പ് പറയുന്നില്ല കേട്ടോ. എനിക്ക് ടൈം കിട്ടുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ടെങ്കിലും ഞാൻ തരണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഉറപ്പില്ല, അങ്ങനെ ആവുകയാണെങ്കിൽ ഞാൻ തരും. നല്ല കുറച്ച് മെനക്കെടൊന്നും ഇല്ലാത്ത എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, എന്നാൽ സാധനങ്ങളൊന്നും അധികം ചിലവാകാതെ ഉണ്ടാക്കാൻ പറ്റുന്നതും ആയിരിക്കും ഞാൻ ഉണ്ടാക്കുക. എൻ്റെ കയ്യിലുള്ളത് തട്ടിക്കൂട്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു പുഡിങ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പോയിട്ട് വാങ്ങാനും ഒന്നുള്ളൊരു ടൈമും കാര്യങ്ങളും എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ ബീഫ് ഫ്രൈ തന്നെ എനിക്ക് തരാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. ഞാൻ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ബീഫ് കിട്ടുകയാണെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ എന്ന്. പക്ഷേ ഭാഗ്യത്തിന് അത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പുഡിങ്ങും അതുപോലൊക്കെ തന്നെയാണ്. ഞാൻ എൻ്റെ മാക്സിമം ഞാൻ നോക്കുന്നതാണ് കേട്ടോ. നമ്മൾ കുറച്ച് ദിവസമായിട്ട് റെസിപ്പിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നിങ്ങളോടുള്ള ഒരു ഇൻട്രാക്ഷൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസമായില്ല ഇങ്ങനെ സംസാരിച്ചിട്ട്, അതിൻ്റെ ഒരു ഇതെനിക്ക് വരുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ റെസിപ്പി ആകുമ്പോൾ നമ്മൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോവുകയാണല്ലോ, അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്നൊരു വ്ളോഗ് ആവാമെന്ന് വിചാരിച്ചു. എന്തായാലും നമ്മൾ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ബീഫ് വെന്താൽ എന്തായാലും അതിൽ വെള്ളം ഉണ്ടാവുക. അതിൽ നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കുന്നില്ല വേവാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ട് അത്യാവശ്യം ഉണ്ടാവും. കറക്റ്റ് വേവാക്കിയിട്ട് എടുക്കുക. ബീഫ് ഉടഞ്ഞു പോവുകയും ചെയ്യരുത്, വേവാണ്ടിരിക്കുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നിട്ട് ആ കുക്കറിൽ വരുന്ന വെള്ളം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറ്റിച്ചും കൂടെ എടുക്കുക കേട്ടോ. ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കുക. അങ്ങനെ ഡ്രൈ ആക്കിയിട്ടുള്ളതാണ് ഞാനിപ്പോൾ. പിന്നെ അതാ ഒരു കടായി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിനൊക്കെ കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ എന്തായാലും വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക. അത്യാവശ്യം നല്ലോണം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ വറ്റിച്ചെടുത്തിട്ടുള്ള ബീഫില്ലേ അത് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ആ വെള്ളം വറ്റിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് തോന്നും ഇത് മസാല ഇല്ലല്ലോ, കളറില്ലാണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മുളക് പൊടി ഒന്നും ഇടാൻ പോകരുത് കേട്ടോ. ആ മുളക് പൊടിൻ്റെ കുത്തും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെയൊന്നും ചെയ്യരുത്. അത് നിങ്ങളങ്ങ് വറ്റിച്ചെടുത്താൽ മാത്രം മതി. ഇത് റെഡി ആയിട്ട് വരുമ്പോൾ അതൊക്കെ ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ വെളിച്ചെണ്ണയിലേക്കും മസാലപ്പൊടി ഒന്നും ഇടേണ്ട കാര്യമില്ല. കംപ്ലീറ്റ് ബീഫ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇളക്കുക. മൊത്തത്തിലൊന്ന് മിക്സാക്കി ആ വെളിച്ചെണ്ണയ്ക്ക് എല്ലാ ഭാഗത്തേക്കും എത്തട്ടെ. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇത് ഒരു ലോ ഫ്ലെയിമിൽ അവിടെ വെച്ചേക്കുക. എന്നിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും പണിയെടുത്തോ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് പോയാൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് എത്ര ഡ്രൈ ആവണോ, എത്ര ഇങ്ങനെ കറുത്ത കളർ ആവണോ അതുവരെ ലോ ഫ്ലെയിമിൽ അവിടെ വെച്ചിട്ട് ഇടയ്ക്ക് ഒരു എന്താ പറയുക 2 മിനിറ്റൊക്കെ കൂടുമ്പോൾ ഒന്നിങ്ങനെ തട്ടി ഇളക്കി കൊടുക്കുക. അത്രയും വേണ്ടുള്ളൂ കേട്ടോ. നല്ല ബീഫ് ഫ്രൈ, നല്ല കറുത്ത കളറിലെ ബീഫ് റോസ്റ്റും ബീഫ് ഫ്രൈ ഒക്കെ നിങ്ങൾക്ക് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് എൻ്റെ ബീഫ് ഫ്രൈൻ്റെ റെസിപ്പി കേട്ടോ. ഭയങ്കര സിമ്പിളാണ്. നമ്മളിതിൽ ആക്കിയെടുക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അത്രേ വേണ്ടുള്ളൂ. ഇത് കണ്ടോ റെഡി ആയിട്ട് വരും നോക്ക്. അതൊന്നിങ്ങനെ അടി ചേർത്ത് ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇത് നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയും സാദാ ചോറിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയും അതുപോലെ തന്നെ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് സൈഡായിട്ട് ഉണ്ടാക്കുമല്ലോ ബീഫ് ഫ്രൈ, അതിനൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. പിന്നെ പെരുന്നാളിന് ഉണ്ടാക്കുന്ന എൻ്റെ ബീഫ് ഫ്രൈ ആണിത്. അതുപോലെ തന്നെ നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ കൂടെ നെയ്യപ്പത്തിൻ്റെ കൂടെ എല്ലാവരും കഴിക്കുമെന്ന് നമുക്കറിയില്ല, നമ്മളിവിടെയൊക്കെ ഉണ്ട് കേട്ടോ.
നെയ്യപ്പത്തിൻ്റെ കൂടെ ബീഫ് വരട്ട് അല്ലെങ്കിൽ ബീഫ് ഫ്രൈ ഒക്കെ കൂട്ടിയിട്ട് കഴിക്കും. അതിന് ചിലർ ഇച്ചിരി ഗ്രേവി ഉള്ളത് ഉണ്ടാക്കും. നമ്മൾ ഈ ഒരു ബീഫ് വരട്ടാണ് ഉണ്ടാക്കുക കേട്ടോ. ഈ ഒരു ടൈപ്പാണ് നമുക്കിഷ്ടം ഉണ്ണിയപ്പത്തിൻ്റെ കൂടെയൊക്കെ. അതിനൊക്കെ ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതും നിങ്ങൾ എന്തായാലും ഈ ഒരു ഈദിന് അല്ലെങ്കിൽ ഈദ് കഴിഞ്ഞിട്ടൊക്കെ ഒരുപാട് ബീഫ് കൊണ്ടുള്ള കളിയായിരിക്കുമല്ലോ, അപ്പോഴൊക്കെ എന്തായാലും ട്രൈ ആക്കി നോക്കിക്കോ. പെർഫെക്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്രയും മതി. ഇതിനേക്കാളും ഡ്രൈ ആവണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒരു മസാലയും കുരുമുളക് പൊടിയോ ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പോൾ ഇന്ന് റഫീഖ വീട്ടിലുള്ള ദിവസം കൂടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ട് എൻജോയ് ചെയ്യലും ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ലഞ്ചിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ളത്. അങ്ങനെ ഭയങ്കര ഹെവി ഫുഡ് എന്നല്ല കേട്ടോ, ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് ബാക്കിയുള്ളതാണ് കേട്ടത്. അപ്പോൾ ഇതിവിടെ കിടന്ന് ഇങ്ങനെ റെഡി ആയിട്ട് വരികയെ. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് മാങ്ങയൊക്കെ ഒന്ന് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല മധുരമുള്ള മാങ്ങയാട്ടത്. നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പായസത്തിലേക്ക് എടുത്ത മാങ്ങയാണത്. ഇത് നല്ല മധുരമുള്ള മല്ലിക മാങ്ങയാട്ടോ. അങ്ങനെ കുറച്ച് പേര് റഫീഖ പറയുന്നത് കേൾക്കാം. നല്ല ടേസ്റ്റായി മാങ്ങ, നല്ല മധുരം. നമ്മൾ പുട്ടിൻ്റെ കൂടെയൊക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു മാങ്ങയാട്ടോ അത്, പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്നത്. ഇത് ഞാൻ വേറൊരു ടൈമിൽ പിറ്റേ ദിവസമാണെന്ന് തോന്നിട്ട് ലഞ്ച് കഴിക്കുമ്പോൾ ആ ഒരു ബീഫ് കുറച്ചെടുത്തതാട്ടോ. അതിൻ്റെ കളറ് കണ്ടോ, ഒരു കറുത്ത കളറ് വന്നിട്ടില്ലേ, അതങ്ങനെ ചട്ടിയിൽ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞ് നമ്മൾ പിന്നെ ഉച്ചക്കൊക്കെ എടുത്തിട്ട് വീണ്ടും ചൂടാക്കൂലേ, ആ ഒരു സമയത്തൊക്കെ അതിങ്ങനെ പിന്നെയും ഡാർക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാൻ എന്തായാലും മറന്നു പോകല്ലേ. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട്. അകമൊക്കെ ഒന്ന് അടിച്ചു വാരി തുടക്കാനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കിച്ചണും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പാത്രങ്ങൾ പിന്നെ ഞാൻ ആവുന്നത് അപ്പോൾ കഴുകി മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഡിഷ് റാക്കിലേക്ക് വെച്ചിട്ട് അതെല്ലാം എടുത്തിട്ട് പുറത്ത് ഉണങ്ങാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ചിലപ്പം അങ്ങനെ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കും, ഇല്ലെങ്കിൽ ജസ്റ്റ് ടവലുകൊണ്ട് തുടച്ചിട്ട് അങ്ങനെയും എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. കിച്ചൺ എപ്പോഴും നമ്മൾ ആ കിച്ചണിലെ പണി കഴിഞ്ഞ ഉടനെ, ഇപ്പം എൻ്റെ ലഞ്ചും എല്ലാം ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ കിച്ചണിലെ പണികളെല്ലാം തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ രാത്രി എന്തെങ്കിലും വേണമെങ്കിൽ ചപ്പാത്തി അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുവരെയൊന്നും നമ്മൾ എന്തായാലും ഇങ്ങനെ ഇടൂലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഉടനെ തന്നെ കിച്ചൺ ക്ലീൻ ആക്കുകയാണെങ്കിലേ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് കിച്ചൺ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. കിച്ചൺ നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്തോളും. ഇതിപ്പോൾ എങ്ങോട്ടാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. റഫീഖയൊക്കെ ഒന്ന് കോഴിക്കോട് പോകാനുണ്ടായിരുന്നേ. അപ്പോൾ ഇന്ന് ഡ്യൂട്ടി ഇല്ലാത്ത ദിവസമായിരുന്നു. അപ്പോൾ റഫീഖ പോരുന്നോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാനും ചാടിക്കയറി, പിന്നെ ഒന്നും നോക്കാനുണ്ടായിരുന്നില്ല, ചാടിക്കയറി മാറ്റി വണ്ടി കയറിയിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഇപ്പോൾ നമ്മൾ ചുരത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേറെ പല ഉദ്ദേശങ്ങളും ഉണ്ട് കേട്ടോ, അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഉദ്ദേശം, ഇതാണ് കേട്ടോ. അപ്പോൾ റഫീഖാൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് ബീച്ചിൽ പോയി കുറച്ച് സമയം അങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്തു. ബീച്ചിൽ ഹൈലൈറ്റ് മാളിലൊക്കെ ഒന്ന് കറങ്ങി അങ്ങനെ ഇങ്ങനെ വന്നു കേട്ടോ. എന്തായാലും ഫ്രീ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കോഴിക്കോട് 1-2 ഷോപ്പിൽ എനിക്ക് ഇതിനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടാണ്. പക്ഷെ എനിക്ക് അത്ര അങ്ങോട്ട് കറക്റ്റായില്ല, ഒന്ന് റെഡി ആയി കിട്ടിയില്ല. അങ്ങനെ പിന്നെ നമ്മളവിടെ തന്നെ എടുക്കാം, വയനാട്ടിൽ തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് തിരിച്ചു വരുമ്പോഴാണ് ഞാൻ എപ്പോഴും കാണുന്നൊരു ഷോപ്പാണ് കേട്ടോ ഇത്. കൊടുവള്ളിയിൽ വരുന്നേ, പേര് ഞാൻ കാണിച്ചല്ലോ, അത്. അപ്പോൾ എപ്പോഴും എൻ്റെ കണ്ണിലിങ്ങനെ പെടാറുണ്ട്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം, കുറേ കളക്ഷൻ ഇങ്ങനെ പുറത്തേക്ക് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് കേട്ടോ. പക്ഷെ നല്ല കുറേ വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതാ ഈ ഒരു ബ്ലൂ ഇങ്ങനത്തെ സംഭവങ്ങൾ അധികം ഇതിന് കുറേ കാണുന്നുണ്ട്. എല്ലാ ഷോപ്പിലും ഇതിങ്ങനെ കുറേ കാണുന്നുണ്ട്. ഞാൻ അധികവും ഈദിനൊക്കെ ആണെങ്കിൽ ഈദിനും കല്യാണങ്ങൾക്ക് അങ്ങനെയൊക്കെ എടുക്കുക, ഒരു എന്താ പറയുക പാർട്ടി വെയർ ആ ഒരു രീതിയിൽ തന്നെയാണ് എടുക്കുക. ഒരു സെമി പാർട്ടി വെയർ അല്ലെങ്കിൽ പാർട്ടി വെയർ അങ്ങനെ തന്നെ എടുക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ എടുക്കുന്നതാണ് കല്യാണങ്ങൾക്ക്, അങ്ങനെ ഫംഗ്ഷനൊക്കെ ഞാൻ യൂസ് ചെയ്യുക. അല്ലാതെ ഞാൻ എടുക്കുക ഇങ്ങനെ ടോപ്പ് അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും തയ്പ്പിക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ വെറുതെ പോവാനും ടൗണിൽ പോകുന്നത് വെറുതെ പോവാൻ വീട്ടിലേക്ക് അങ്ങനെയൊക്കെ വെറുതെ നമ്മൾ ഇടൂലേ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനത്തതൊക്കെ ടോപ്പുകൾ അങ്ങനത്തെ സ്റ്റൈലായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എടുക്കുക പാർട്ടി വെയറിന്. കാരണം അങ്ങനെ ഞാൻ ഫംഗ്ഷനൊക്കെ ഇടാനുള്ള ഡ്രസ്സുകൾ ഞാൻ അങ്ങനെ എടുക്കുകയുള്ളൂ.
അപ്പോൾ എന്തായാലും ഞാൻ നോക്കുന്നത് അങ്ങനത്തെ ടൈപ്പ് തന്നെയാണ് കേട്ടോ. ഏകദേശം ഭയങ്കര പാർട്ടി വെയറല്ല, എന്നാലും എനിക്കൊരു കല്യാണത്തിനൊക്കെ ഇടാൻ വേണ്ടി പറ്റണം, അങ്ങനെ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. വെറുതെ ഞാൻ അല്ല സാധാ അങ്ങനത്തെ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ പിന്നീട് യൂസ് ചെയ്യില്ല. അപ്പം അങ്ങനെ രണ്ടും കണക്കാക്കിയിട്ടാണ് ഞാൻ നോക്കുന്നത്. അങ്ങനെ ഓരോന്ന് നോക്കല. പക്ഷേ നമ്മളവിടെ ഉള്ളതിനേക്കാളും താഴെ ഇറങ്ങിയപ്പോൾ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. നമ്മളവിടെ കിട്ടുന്നതിനേക്കാളും നല്ല റേറ്റ് വരുന്നുണ്ട് ഇവിടുത്തെ ചുരിദാറിന്. കളക്ഷൻ കുറേ കളക്ഷൻസ് ഉണ്ട്, നല്ല ഓപ്ഷൻ ഉണ്ട്. അതാണ് വേറൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് കുറേ എണ്ണം ഇഷ്ടപ്പെട്ടു. അങ്ങനെ നല്ല നല്ല കളേഴ്സും അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ പ്രത്യേകിച്ച് കേട്ടോ. പിന്നെ നമുക്ക് ഒരു കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും നോക്കാതെ വന്നിട്ട് എടുത്തിട്ട് പോകാൻ പറ്റുന്ന കുറച്ച് കളക്ഷൻസ്. ആ സമയത്ത് നമ്മൾ സാധാരണ ഒരു വെറൈറ്റി ഒക്കെ നോക്കൂലേ, കുറച്ചൊരു ഹെവി ആയിട്ട് എന്തെങ്കിലും വെറൈറ്റി ഒക്കെ നോക്കണമെങ്കിൽ ആ ഒരു രീതിയിൽ എനിക്ക് ഭയങ്കര കുറേ എണ്ണം ഇങ്ങനെ ഇവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് കളക്ഷൻസൊക്കെ കാണിച്ചു തരാം. നല്ല ലൈറ്റ് കളറിലും അതുപോലെ തന്നെ കളർഫുള്ളായിട്ടും ഒക്കെ കുറേ എണ്ണം ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളും ഇങ്ങനെ നോക്കുകയാണ്. എനിക്കിപ്രാവശ്യം ഒരു കളർ വേണം അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ അത് നോക്കി എനിക്ക് എവിടെയും കിട്ടിയില്ല കേട്ടോ. നല്ലൊരു അങ്ങനെ കളറൊന്നുമല്ല, നല്ലൊരു ഗ്രീന്, ഞാൻ ഉദ്ദേശിച്ചൊരു ഗ്രീന് ഞാൻ ഈ പറഞ്ഞ 2-3 ഷോപ്പൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ ഒരെണ്ണം എനിക്ക് കിട്ടിയിട്ടാണ്. എന്തായാലും ഇതിന് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചുരിദാർ ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ എടുത്തു. അങ്ങനെ അത് കഴിഞ്ഞ് കൊടുവള്ളി അവിടെ തന്നെ പുറത്തിറങ്ങിയപ്പം അവിടെ ഒരു ചെരുപ്പിൻ്റെ ഷോപ്പും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാ സാൽവേ എന്നാണ് ആ ഒരു ടെക്സ്റ്റൈൽസിൻ്റെ പേര്. നമ്മൾ ഡ്രസ്സ് എടുത്തേ. പിന്നെ ഏതെന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ തൊട്ടയൽവാസിയായിട്ടുള്ള ഒരു ചെരുപ്പ് ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ നോക്കുക. ഇപ്രാവശ്യം എനിക്ക് വേണ്ടത് ഷൂ ടൈപ്പാണ് കേട്ടോ. ഷൂ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ കയറിയിട്ടുള്ളത്. കഴിഞ്ഞ ഇതിനെ ഞാൻ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ മച്ചുവിൻ്റെ കല്യാണത്തിനൊക്കെ എടുത്തതും കുറച്ച് ചെരുപ്പൊക്കെ ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ പിന്നെ അത്യാവശ്യം ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ആ ഒരു നോമ്പിൻ്റെ സമയത്ത് ഇറങ്ങാനുള്ളൊരു മടിയും ഒക്കെ കൂടെ കാരണമായിട്ട് പിന്നെ എടുത്തില്ല. അങ്ങനെ പിന്നെ ഇതിനെടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിന് ഇപ്രാവശ്യം എന്തായാലും ഷൂ തന്നെയാണ് കേട്ടോ ഞാൻ നോക്കുന്നത്. അപ്പം ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നേ. പക്ഷേ എല്ലാ ഡ്രസ്സിനും എപ്പോഴും നമുക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ, നല്ല കളക്ഷൻസ് ഉണ്ട്. പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളവിടത്തേനേക്കാളും ഒരു പടി റേറ്റ് കൂടും നമ്മളിവിടെയൊക്കെ വന്ന് എടുക്കുന്ന സമയത്ത് കേട്ടോ. അത് ഈ ഒരു ഷോപ്പല്ല, ഞാൻ എല്ലാ ഷോപ്പും മൊത്തത്തിൽ പറഞ്ഞതാട്ടോ. പക്ഷേ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ, നല്ല കളക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇനി കുറേ എണ്ണം നമുക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഷൂ എനിക്ക് റഫീഖക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ, ഒരു സ്കിൻ കളർ വരുന്നത്. പക്ഷേ അത് നമ്മൾ സെലക്ട് ചെയ്ത്, പക്ഷേ അതിൻ്റെ ഹീലിൻ്റെ താഴെ ഒരു മുട്ട് വരുന്നുണ്ട്. അതിന് കളർ ചേഞ്ച് അത് ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾ സെലക്ട് ചെയ്ത് ബില്ലാക്കി ഇറങ്ങാൻ നേരത്ത് റഫീഖ ജസ്റ്റ് നോക്കിയതാണ്. അപ്പോൾ അത് കണ്ടുപിടിച്ചു. പക്ഷെ അതുവരെ ഞങ്ങളാരും അത് കണ്ടിട്ടില്ല. പക്ഷേ അത് കണ്ടുപിടിച്ചതിന് ശേഷം ഫുള്ള് നോക്കുന്നത് അതിമ്മക്ക് തന്നെ. നമ്മൾ ഇടുമ്പോഴൊക്കെ നമ്മളത് ശ്രദ്ധിക്കുക. പക്ഷെ അതുവരെ നമ്മളത് കണ്ടിട്ടില്ല. പിന്നെ അത് എടുക്കാനൊരു കോൺഫിഡൻസ് ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ പിന്നെ അത് തിരിച്ചു വെച്ചു. പിന്നെ വേറൊരെണ്ണം നമ്മളെടുത്തൊരു വൈറ്റ് ഷൂ തന്നെയാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇവിടെ ഷൂ മാത്രമല്ല കേട്ടോ, അത് കണ്ടോ ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ഇങ്ങനത്തെ ചെരുപ്പുകളും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെത് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് റഫീഖാക്കും കൂടെ അന്ന് പെരുന്നാളിന് മുണ്ടല്ലേ എടുക്കുക, അപ്പോൾ ഷൂ ഇടൂലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചെരുപ്പ് നോക്കുകയാണ് കേട്ടോ. പക്ഷേ ആൾക്ക് വലിയ താല്പര്യമായിട്ടില്ല. പിന്നെ പെരുന്നാളായിട്ടില്ലല്ലോ, പെരുന്നാളിൻ്റെ തലേ ദിവസമൊക്കെ ഇവർക്ക് ഇഷ്ടമാവുള്ളൂ. അങ്ങനെ പിന്നെ അത് വേണ്ടാന്ന് വിചാരിച്ച് നമ്മൾ ഇനിയിപ്പോൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ബൺഫർസ കണ്ടപ്പം അവിടെ ഒന്ന് കയറിയതാണ് കേട്ടോ. അതുപോലെ തന്നെ മറ്റേ സൈൻ ലെവനും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് വിശക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് വീട്ടിൽ ചെന്നിട്ട് പിന്നെ ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. രാത്രി ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ അതൊക്കെ വാങ്ങി ഇനിയിപ്പോൾ തിരിച്ചു പോവുകയാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇത് ഷോപ്പിങ്ങും ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.